പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഒമാനിൽ ഓഡിറ്റർ പദവികളിലുള്ളവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതായി ഒമാൻ ടാക്സ് അതോറിറ്റി. ജനുവരി 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. ഒമാനിൽ നിയമപരമായി ലൈസൻസോടെ പ്രവർത്തിക്കുന്ന എല്ലാ ഓഡിറ്റർമാരും ഡിസംബർ 31 മുൻപായി ടാക്സ് അതോറിറ്റിയുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ടാക്സ് അതോറിറ്റിയുടെ പോർട്ടൽ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഓഡിറ്റർമാരിൽ നിന്ന് ജനുവരി 1 മുതൽ ടാക്സ് റിട്ടേൺ സ്വീകരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് അക്കൗണ്ടിംഗ്, ഓഡിറ്റ് സേവനങ്ങൾ നൽകുന്ന മുഴുവൻ ഓഡിറ്റർമാർക്കും ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനായി ഓഡിറ്റർമാർ ഒമാൻ ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി നൽകിയിട്ടുള്ള പ്രൊഫഷണൽ ലൈസൻസ് സമർപ്പിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ അടുത്ത വർഷം ഭവനവില ഉയരും. ദുബായിലേക്ക് എത്തുന്ന വിദേശികളുടെ എണ്ണം കൂടിയതാണ് ഭവനവിലയിൽ വർധനവുണ്ടാകാൻ കാരണം. ഈ വർഷം ഭവനവിലയിൽ 20% വർധനവുണ്ടായതിനെ തുടർന്ന് ദുബായ് റിയൽ എസ്റ്റേറ്റ് വിപണി കരുത്താർജിക്കുന്നതായി നൈറ്റ് ഫ്രാങ്ക് റിപ്പോർട്ട്. മൊത്തത്തിലുള്ള റെസിഡൻഷ്യൽ മാർക്കറ്റ് അടുത്ത വർഷം 8% വർധന പ്രതീക്ഷിക്കുന്നു. അതേസമയം ലക്ഷറി പ്രോപ്പർട്ടികൾ ശരാശരി 5% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ദുബായിൽ ഉയർന്ന മൂല്യമുള്ള വീടുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 2002 മുതൽ ദുബായിൽ വിറ്റഴിച്ച 5,30,000 വീടുകളിൽ 95,000 വീടുകൾക്കെങ്കിലും ഇപ്പോൾ $1 മില്യൺ മൂല്യമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലളിതമായ വിസ നയങ്ങൾ ദുബായിലേക്ക് വിദേശികളെ ആകർഷിച്ചതാണ് വീട് ഡിമാൻഡിലെ കുതിച്ചുചാട്ടത്തിന് കാരണം. ജനസംഖ്യാ വർധന മൂലം വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഡെവലപ്പർമാർ 2029 3 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും മികച്ചതും മോശവുമായ എയർലൈനുകളുടെ ആഗോള റാങ്കിംഗ് റിപ്പോർട്ട് പുറത്തുവന്നു. മോശം എയർലൈനുകളിൽ ഇൻഡിഗോയും ഉൾപ്പെടുന്നു. ഏറ്റവും മോശവും മികച്ചതുമായ എയർലൈനുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് എയർ ഹെൽപ്പ് ഇൻകോർപ്പറേറ്റ് പുറത്തുവിട്ടു. കൃത്യനിഷ്ഠ, ഉപഭോക്തൃ ക്ലെയിമുകൾ, ഭക്ഷണം, സേവനം എന്നിവയെക്കുറിച്ചുള്ള യാത്രക്കാരുടെ ഫീഡ്ബാക്ക് തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് നിശ്ചയിച്ചത്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കുകളാണ് റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 54-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്ന് ശേഖരിച്ച ഫീഡ്ബാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന എയർലൈനുകളിലൊന്ന് ഇന്ത്യയിൽ നിന്നാണ്. ഇൻഡിഗോ പട്ടികയിൽ 103-ാമത്തെ സ്ഥാനത്താണ്. ലോകത്തിൽ മോശം പ്രകടനം നടത്തുന്ന എയർലൈൻ ട്യൂണിസ് എയർ ആണ്. ബൾഗേറിയ എയർ, എയർ മൗറീഷ്യസ്, സ്കൈ എക്സ്പ്രസ്, പെഗാസസ് എയർ എന്നിവയും ഏറ്റവും മോശം എയർലൈനുകളിൽ ഉൾപ്പെടുന്നു. ഏറ്റവും മികച്ച എയർലൈൻ ബ്രസൽസ് എയർലൈൻസ് ആണ്. 2ാം സ്ഥാനം ഖത്തർ എയർവേസിനും 3ാം സ്ഥാനം യുണൈറ്റഡ് എയർലൈൻസിനുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡ താൽക്കാലിക റെസിഡന്റ് അപേക്ഷാ ഫീസ് വർദ്ധിപ്പിക്കുന്നു. പുതിയ നിരക്ക് ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ. കാനഡ സന്ദർശിക്കാനോ ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് താൽക്കാലിക താമസ പദവി പുതുക്കുന്നതിന് പുതുക്കിയ ഫീസ് നിരക്ക് നൽകേണ്ടിവരും. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് ഫീസ് പുതുക്കിയത്. താൽക്കാലിക റെസിഡന്റ് പെർമിറ്റിന് 239.75 കനേഡിയൻ ഡോളർ നൽകണം. നേരത്തെ 229.77 കനേഡിയൻ ഡോളർ നൽകിയാൽ മതിയായിരുന്നു. ഫീസ് വർധനയ്ക്ക് പുറമെ കനേഡിയൻ സർക്കാർ ഇമിഗ്രേഷൻ നയങ്ങളിൽ വൻതോതിൽ ഇളവുകൾ നടപ്പിലാക്കുന്നു. കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് അഭയാർത്ഥി ക്ലെയിമുകൾക്കുള്ള കർശനമായ മാനദണ്ഡങ്ങളെക്കുറിച്ച് അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ആഗോള ഓൺലൈൻ ക്യാമ്പയിൻ കാനഡ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓയോ ഗ്രൂപ്പിന്റെ പ്രീമിയം ഹോട്ടൽ ബ്രാൻഡായ സൺഡേ UK-യിലും UAE-യിലും പ്രവർത്തനം ആരംഭിച്ചു. പ്രീമിയം ഹോട്ടൽ റൂമുകൾക്ക് ആവശ്യക്കാർ ഏറിവരികയാണ്. ഓയോയുടെ മാതൃസ്ഥാപനമായ ഒറാവൽ സ്റ്റേസിന്റെയും സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പിന്റെയും ഉടമസ്ഥതയിലുള്ള ആഡംബര ഹോട്ടൽ ബ്രാൻഡായ സൺഡേ ലോകമെമ്പാടും പ്രീമിയം പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുന്നു. ലണ്ടനിലെ ഐക്കണിക് ബിസിനസ് ഡിസ്ട്രിക്റ്റിന് സമീപമുള്ള കാനറി വാർഫിന് സമീപത്ത് സൺഡേ ലാൻസ്ബെറി ഹെറിറ്റേജ് ഇപ്പോൾ ഒറാവൽ പ്രവർത്തിപ്പിക്കും. ഈ ആഡംബര ഹോട്ടലിൽ 35 മുറികളാണുള്ളത്. സൺഡേ ഹോളിഡേ ഇന്റർനാഷണൽ ഹോട്ടൽ തുറന്നുകൊണ്ടാണ് ദുബായിൽ സൺഡേ പ്രവർത്തനം ആരംഭിച്ചത്. സോഫ്റ്റ് ബാങ്കും ഒറാവൽ സ്റ്റേസും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിലൂടെ 2023 മെയ് മാസത്തിലാണ് പ്രോപ്പർട്ടികളുടെ പ്രീമിയം ബ്രാൻഡ് ഇന്ത്യയിൽ ആരംഭിച്ചത്. പ്രീമിയം അനുഭവം അടിസ്ഥാനമാക്കിയുള്ള താമസ സൗകര്യങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.